നമസ്കാരം, അൻസാദാണ്. മിറാക്കിൾ അക്യുപഞ്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, യൂറിൻ ഇൻഫെക്ഷൻ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പല വിധ തരത്തിലുള്ള യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവുക? വെള്ളപ്പോക്കുകൾ കൂടുതലായിട്ട് വരിക, മഞ്ഞ കളറിലായിട്ട് പുറന്തള്ളുക, ചൊറിച്ചിലുകൾ ഉണ്ടാവുക, വജീനയുടെ മൂത്രമൊഴിക്കുന്ന ആ ഭാഗത്ത് കുരു വന്ന് പൊട്ടിപ്പോവുക, ഭയങ്കരമായ ചൊറിച്ചിലും അസഹ്യമായ ദുർഗന്ധവും, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമായി നിത്യേന രോഗികൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നത്? വന്നാൽ തന്നെ എന്തുകൊണ്ട് മാറാതെ ഒരുപാട് മാസങ്ങൾ നിലനിൽക്കുന്നത് നമുക്ക് നോക്കാം. കൃത്യമായ പരിചരണം വേണ്ട ഒരു അവയവം തന്നെയാണ് വജൈന. യൂറിൻ പാസ് ചെയ്ത ശേഷം നന്നായിട്ട് എന്ത് ചെയ്യുക? അവിടെ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് യൂറിൻ ഇൻഫെക്ഷൻ വരാതെ നോക്കുക. അതുപോലെ തന്നെ ഇന്നേഴ്സ് ഉപയോഗിച്ച ശേഷം അത് പിന്നീട് റീയൂസ് ചെയ്യാതിരിക്കുക. എന്ന് വെച്ചാൽ രാവിലെ ഇട്ട ഇന്നേഴ്സ് ഒരു മണിക്കൂറല്ലേ ഞാൻ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് വൈകുന്നേരം അല്ല ഉച്ചയ്ക്ക് ശേഷം ഇടുക. അല്ലെ രാത്രി ഇട്ട ഇന്നർ അത് പിറ്റേന്ന് രാത്രിയും വീണ്ടും റീയൂസ് ചെയ്യുന്ന പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. ഇത് തീർച്ചയായും ഒഴിവാക്കേണ്ട ഒന്നാണ്. രണ്ടാമത്, നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഭാഗം നന്നായി ഉപ്പുവെള്ളം, മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടുള്ള വെള്ളം കൊണ്ട് നന്നായി കഴുകി വൃത്തിയാക്കുകയും ശേഷം ആ ഭാഗത്ത് ഒലീവ് ഓയിൽ, ഉപ്പ് ഇത് മിക്സ് ചെയ്ത ശേഷം ചൂടാക്കിയിട്ട് ഉള്ളിലും പുറമേയും പുരട്ടി കൊടുക്കുന്നത് ചൊറിച്ചിലുകൾ കുറക്കുകയും വെള്ളപ്പോക്കിൻ്റെ ആ മഞ്ഞ കളറ് മാറുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിനകത്ത് റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ മെറിഡിയനിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, 3-4 ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഈ വെള്ളപ്പോക്കിൻ്റെ ബുദ്ധിമുട്ട് മാറും, യൂറിൻ ഇൻഫെക്ഷൻ മാറും, തിരിച്ച് ആ ചൊറിച്ചിലുകൾ മാറി തിരിച്ചു വരും. ഈ സമയത്ത് ഒരുപാട് ഉപ്പ് രസം, പുളിരസം, അച്ചാർ, വിനാഗിരി പോലത്തുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുകയും വെള്ളം ആവശ്യമനുസരിച്ച് കുടിക്കുകയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാനും പറയാറുണ്ട്. ഈ സമയത്തുള്ള ഇൻ്റർകോഴ്സ് ഒഴിവാക്കുന്നതാണ് കുറേ കൂടെ അഭികാമ്യം. കാരണം അവിടുത്തെ രോഗാണുക്കൾ പകരാനും അവിടുത്തെ രോഗാണു കൂടുതൽ സമയം നിലനിൽക്കാനും ചില സമയങ്ങളിൽ ചില ആൾക്കാരിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗം വൃത്തിയായി സൂക്ഷിക്കുകയും കൃത്യമായി 4 ആഴ്ച ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്താൽ യൂറിൻ ഇൻഫെക്ഷൻ, അതുപോലെ വെള്ളപ്പോക്ക്, മഞ്ഞ കലർന്ന് തവിട്ട് കലർന്ന് പോകുന്നത്, ബ്ലഡോടുള്ള സ്റ്റെയിനോടുള്ള പോകുന്നത്, അടിവയറ്റിൽ ശക്തമായ വേദന, മറ്റു കാര്യങ്ങളും ചൊറിച്ചിലുകളും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെയും മേൽ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും മാറ്റാൻ സഹായിക്കും. അപ്പോൾ വീണ്ടും പുതിയ അറിവുകളുമായി കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്, അക്യുപിആർ അൻസാദ്, ആലപ്പുഴ.